കോഴിക്കോട് ബേപ്പൂരിൽ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. അവിടെ മുഹമ്മദ് റിയാസാണ്. ഇപ്പോൾ ഉള്ളത് നമ്മുടെ പി അൻവറാണ്. മുഹമ്മദ് റിയാസ് തോക്കും, ദയനീയമായിട്ടുള്ള പരാജയം നേരിടേണ്ടി വരും എന്നുള്ള പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ CPM തന്നെ അവരുടെ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നത് മുഹമ്മദ് റിയാസ് തോൽക്കേണ്ടി വരുന്നതാണ്. അതൊരു യാഥാർത്ഥ്യമാണോ? അതായത് പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്, സർവേകളും വന്നിട്ടുണ്ട്. പല ചാനലുകളും സർവേ നടന്നതൊക്കെ പെയ്ഡ് സർവേ ആണ് നമുക്ക് പറയാൻ പറ്റും. 3000 കോടി രൂപയാണ് CPM സർവേകൾക്ക് വേണ്ടി മാറ്റിവെച്ച്, സർവേകൾക്കല്ല മൊത്തം ഇതിനു വേണ്ടി ചിലവാക്കുന്നത്. ആ സന്ദർഭത്തിൽ പല സർവേകളും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുക അതൊരു പെയ്ഡ് സർവേ ആണെന്നുള്ളത്. നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ റിപ്പോർട്ട് അടിത്തട്ട് വരെ CPMൻ്റെ അടിത്തട്ടിൽ നിന്ന് കിട്ടുന്ന കൃത്യമായുള്ള കണക്കാണ്. ആ കണക്ക് പ്രകാരം റിയാസ് ബേപ്പൂരിൽ തോൽക്കുന്നു എന്ന് തന്നെയാണ്. എന്താണ് അവർ പറയുന്ന കാരണം? കഴിഞ്ഞ തവണ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 28,000-ൽ മേലെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലമാണ് ബേപ്പൂര്. കഴിഞ്ഞ തവണ ബേപ്പൂരിൽ 28,747 വോട്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 1,345 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി ചുരുങ്ങി. ബേപ്പൂരിനെ പോലെയുള്ള CPMൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രം, ഞാൻ അവിടെയാണല്ലോ ജീവിച്ചതും വളർന്നൊക്കെ, ആ ബേപ്പൂരിൽ 1,345 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി തദ്ദേശ സ്വയംഭരണത്തിൽ കുറയാന്ന് പറഞ്ഞാൽ ഏകദേശം 27,000 വോട്ട് കുറഞ്ഞു എന്നാണ്. അതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 6,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെ MK രാഘവന് നേടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ബേപ്പൂര് പഴയ ബേപ്പൂരല്ല, അവിടെ ആ സംഭവം മറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയിപ്പം റിയാസിനെ സംബന്ധിച്ചിടത്തോളം കാര്യം, അവിടെ അൻവർ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന ഒന്നാമത്തെ കാര്യം. അൻവറിന് ഒരു വലിയ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ഇവിടെ മലബാർ മേഖലയിൽ. അദ്ദേഹത്തിന് ആവറേജ് ഒരു 10,000 to 15,000 വോട്ട് വരെ പിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കൂടാതെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണ് കേരളത്തിൽ, പ്രത്യേകിച്ചും വടക്കേ മലബാറിലുള്ള ആഞ്ഞടിക്കുന്നതിൽ ഏറ്റവും അധികം ഇത് നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഈ CPMൻ്റെ സർവേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് 13-ൽ 13 നേടാം ആര് UDF, 13-ൽ 11 സീറ്റ്, 2 സീറ്റ് വേണമെങ്കിൽ പിടിച്ചു നിൽക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഈ ബേപ്പൂർ ഉൾപ്പെടുന്നില്ല. ബേപ്പൂരിലെ വളരെ ശക്തമായ അടിയൊഴുക്കാണ്. ഒന്നാമത് മുഹമ്മദ് റിയാസിനോട് വല്ലാത്ത കലിപ്പാണ് കോഴിക്കോട്ടെ CPMകാർക്കുള്ളത്. അദ്ദേഹം തലയ്ക്ക് മുകളിലൂടെയാണ് മറ്റുള്ള പ്രമുഖരായ നേതാക്കന്മാരെ വെട്ടിമാറ്റിയിട്ടാണ് അദ്ദേഹം ബേപ്പൂര് സ്ഥാനാർത്ഥിയാവുകയും മുഖ്യമന്ത്രിയുടെ മരുമോനാവുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തത്. ഇതിനേക്കാൾ ശക്തരായ അവിടെയുള്ള ആളുകളൊക്കെ മറികടന്നിട്ടാണ്. മുഹമ്മദ് റിയാസിനോട് മറ്റൊരു വൈരാഗ്യം കൂടിയുണ്ട്. അത് ശൈലജ ടീച്ചർ 21-ൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് അവർ വിജയിച്ചത്. മട്ടന്നൂര് അവർ മന്ത്രിസഭയിൽ എടുത്തില്ല, പക്ഷേ മുഹമ്മദ് റിയാസിനെ എടുത്തു. അല്ല, അതുപോലെയുള്ള CPMനുള്ളിൽ വളരെ ശക്തമായ പൊട്ടിത്തെറികൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്നുള്ളത് തെളിയിച്ചിട്ടുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വേണമെങ്കിൽ പറയാം സാധാരണ പോലെ UDFന് അനുകൂലമായിട്ടുള്ള മുന്നേറ്റമാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ ദയനീയമായിട്ടാണ് കോഴിക്കോട് ജില്ല മൊത്തത്തിൽ ഇളകി മറിഞ്ഞു പോയത്. അതും എലത്തൂരും ബേപ്പൂരും കോഴിക്കോട് നോർത്തും മാത്രമാണ് അത്യാവശ്യം LDFൻ്റെ കൂടെ പിടിച്ചു നിന്നത്. ഇവിടെ ഈ 1,353 വോട്ട് എന്ന് പറയുന്നത് വലിയ നിസ്സാരമായ വോട്ടാണ് എന്നുള്ള യാതൊരു കാര്യം സംശയമില്ല. അവിടെ ഒരു 10,000-ൽ മേലെ വോട്ടിന് ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന്, അതേ റിയാസ് തോൽക്കും എന്നുള്ള കാര്യമാണ് ഈ CPM റിപ്പോർട്ട് പറയുന്നത്. അതോടൊപ്പം തന്നെ കോഴിക്കോട് മറ്റുള്ള മണ്ഡലങ്ങൾ, മൊത്തം 13 മണ്ഡലങ്ങളാണ് കോഴിക്കോടുള്ളത്. ഈ 13 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷമാണ് എല്ലാ സ്ഥലത്തും. അതിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ വടകര ആരാ നിൽക്കുന്നത്? KK രമയാണ്. അവിടെ 7,491 വോട്ടിൻ്റെ കഴിഞ്ഞ തവണ തന്നെ നിയമസഭാ വോട്ട് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമുണ്ട്. ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 20,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെയുണ്ട്. മാത്രമല്ല 25,000-ന് മേലെ വോട്ടിൻ്റെ ഭൂരിപക്ഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലിന് കിട്ടുന്നുണ്ട്. ഈ ഷാഫി പറമ്പിൽ, പ്രവീൺ, അതേപോലെ രമ, ഇവരൊരു കൂട്ടുകെട്ടാണ് കോഴിക്കോട് ഇത്ര അട്ടിമറി ഉണ്ടാക്കുന്നത്. മാത്രമല്ല മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഈ അടുത്ത കാലത്തുണ്ടായുള്ള വിള്ളലുകൾ തീർച്ചയായും പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സർവേയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ കുറ്റ്യാടിയിൽ 15,000-ൽ മേലെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്
ഈ തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. അവിടെ അട്ടിമറി വിജയം നേടും എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഈ ഇലക്ഷനിൽ. ഇതേപോലെ നാദാപുരം അഭിജിത്താണ് മത്സരിക്കുന്നത്. KICUവിന്റെ തലപൊട്ടി അടി കൊണ്ടിട്ടുള്ള നേതാവ് കണ്ണൂർ വെച്ചിട്ട്. അത് അവിടെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് അവിടെ നടക്കുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ 10,000-ന് മേലെ വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. എല്ലാ കാലത്തും CPI സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. സത്യമൊഗേരിനെ, അതേപോലെ ബിനോയ് വിശ്വത്തെ, പിന്നെ വിജയനെ, EK വിജയനെയൊക്കെ വിജയിപ്പിച്ചിട്ട സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭ തെരഞ്ഞെടുപ്പിലും ഭയങ്കരമായ ഭൂരിപക്ഷമാണ് UDF-ന് കിട്ടിയിട്ടുള്ളത്. അവിടെ 4,035 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്, വെറും 4,035. ഇതേപോലെ കൊയിലാണ്ടിയിൽ കഴിഞ്ഞ തവണ 8,472 വോട്ടിന്റെ ഭൂരിപക്ഷം ആയിരുന്നു LDF-ന് ഉണ്ടായിരുന്നത്. കാനത്തിൽ ജമീല അവർ മരിച്ചുപോയി, പക്ഷെ ഇലക്ഷൻ നടന്നില്ല. അവിടെ ഇത്തവണ മത്സരിക്കുന്ന DCC പ്രസിഡന്റായ പ്രവീൺ കുമാറാണ്. പ്രവീൺ കുമാർ കഴിഞ്ഞ 6 മാസമായിട്ട് അവിടെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വൻ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF-ന് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തവണ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് CPM റിപ്പോർട്ടിൽ പറയുന്നത്. ഇതേപോലെ തന്നെ TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന പേരാമ്പ്രയിൽ കഴിഞ്ഞ തവണ അത്ര ഭൂരിപക്ഷം ഉണ്ട് അറിയും, 22,592 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവിടെ UDF-ന് അനുകൂലമായി മാറി. ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന UDF കാൻഡിഡേറ്റിന്റെ പെൺകുട്ടിയുടെ പേരെന്താണ്? തസ്ലിയ, ഫാത്തിമ തസ്ലിയ. അവിടെ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഭൂകമ്പങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഏറ്റവും ഇവരെ ഞെട്ടിക്കുന്ന കാര്യം പേരാമ്പ്രയിൽ 10,000-ന് മേലെ വോട്ടിന്റെ ഭൂരിപക്ഷം UDF നേടുന്നു എന്നുള്ളതാണ്. അവിടെ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ എന്താണ് ഇടത് കോട്ടയാണ്, അത് 80 മുതൽ അവർ ജയിച്ചു വരും. ആ ഇടത് കോട്ടയിലാണ് ഇപ്പോഴുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം. അവിടെ ഉണ്ടായിട്ടുള്ള ചർച്ചകളും മറ്റും. അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് എന്ത് പറ്റി? 10,000-ന് മേലെ വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നാണ്. 25,000-ന് മേലെ വോട്ടിന്റെ ഭൂരിപക്ഷം UDF-നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അതെങ്ങനെ വന്നു? അപ്പോൾ പേരാമ്പ്ര മറഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണത്തിൽ തെളിഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ബാലുശ്ശേരി എല്ലാ കാലത്തും CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. ബേപ്പൂര് വരെ ഒരു കാലഘട്ടത്തിൽ അവിടെ നിന്ന് വേറെ ആൾ ജയിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷേ കഴിഞ്ഞ തവണ KM സച്ചിദേവ്, നമ്മളെ ആര്യയുടെ ഭർത്താവ്, 20,372 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ട് അവിടെ. എന്നാൽ ഇപ്പൊ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF-നാണ്. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF-നാണ്. അപ്പൊ ഈ ബാലുശ്ശേരിയിലെ സച്ചിദേവനോട് അല്ലെങ്കിൽ തന്നെ ആര്യയോടുള്ള എതിർപ്പ് എല്ലാവർക്കും ഉണ്ട്. അവിടെ ഇപ്രാവശ്യം വലിയ തോതിൽ അട്ടിമറി നടക്കുമെന്നുള്ളതാണ്, വലിയ ദയനീയമായുള്ള സ്ഥിതിയാണ് എന്നാണ് CPM റിപ്പോർട്ട് പറയുന്നത്. അതും UDF കൊണ്ടുപോകും എന്നുള്ളതാണ് പറയുന്നത്. എലത്തൂരിൽ AK ശശീന്ദ്രനെതിരെയുള്ള ഇത് വലിയ തോതിൽ അവിടെ കഴിഞ്ഞ വർഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് ശശീന്ദ്രൻ മണ്ഡലത്തിലാണ്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം UDF-നായിരുന്നു, MK രാഘവന്. അതോടൊപ്പം ഇപ്പം അവിടെ CPM-നുള്ളിൽ ഭയങ്കര വിള്ളലാണ്. കോൺഗ്രസ് എസിൻ്റെ ഉള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ അദ്ദേഹത്തിന് നിർത്തരുന്നതുകൊണ്ട് വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ അവിടെ അടിയാണ്. അവിടെ ഒരു നല്ല UDF സ്ഥാനാർത്ഥി കൂടിയാണ് വന്നിരിക്കുന്നത്. അവിടെയും ഇത്തവണ UDF ജയിക്കും എന്നുള്ളതാണ് CPM-ന്റെ റിപ്പോർട്ട് പറയുന്നത്. ഇതേപോലെ കോഴിക്കോട് തോട്ടത്തിൽ രവീന്ദ്രനാണ്. പൊതുവെ നല്ല മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായമില്ല. അദ്ദേഹമാണ് CPM സ്ഥാനാർത്ഥിയെങ്കിലും അവിടെ വന്നിരിക്കുന്നത് UDF-ന്റെ ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. അവിടെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 5,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നാണുള്ളത്. അവിടെ 12,298 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-നുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്തവണ അവിടെ ഇതൊക്കെ ഉണ്ടെങ്കിലും അവിടെ CPM-ന് വലിയ ഒരു അപകടമായ സ്ഥിതിയാണെന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇതേപോലെ തന്നെ അഹമ്മദ് ദേവർകോവിൽ നിൽക്കുന്ന LDF-ന്റെ സ്ഥലത്ത്, കഴിഞ്ഞ വർഷം INL ജയിച്ച സ്ഥലത്ത് ഇത്തവണ അവിടെ 7,000 വോട്ടിന്റെ ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-നുണ്ട്. അവിടെ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12,459 വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നുണ്ടായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം UDF-നുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഫിറോസ് എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥിയെയാണ് നിർത്തിയിരിക്കുന്നത്.
അവിടെയും UDF വിജയിക്കുന്നു എന്നുള്ളതാണ് ഈ സർവേയിൽ പറയുന്നത്. പിന്നെ ഉള്ളത് ബേപ്പൂരിലെ കാര്യം പറഞ്ഞല്ലോ നമ്മൾ. പിന്നെ PT റഹീം നിൽക്കുന്ന ഈ കുന്നമംഗലം ഇപ്രാവശ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെ UDF ആണ്. അതേപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ആണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,276 വോട്ടിന്റെ ഭൂരിപക്ഷം LDFനാണുള്ളത്. എങ്കിലും ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഇതിൽ CPM സർവേയിൽ പറയുന്നത് കുന്നമംഗലം UDF വിജയിക്കും എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കൊടുവള്ളി. കൊടുവള്ളിയിൽ കഴിഞ്ഞ തവണ ഡോക്ടർ MK മുനീർ 6,344 വോട്ടിനാണ് ജയിച്ചതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിന്റെ ഭൂരിപക്ഷം MK രാഘവനുണ്ടായിരുന്നു. അതേപോലെ നിയമസഭ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDFനുണ്ട്. അവിടെ ഇത്തവണ UDF ജയിക്കുമെന്ന് കൃത്യമായി സർവേ CPMന്റെ സർവേ റിപ്പോർട്ടിലുണ്ട്. അതേപോലെ തന്നെയാണ് ലിൻഡോ ജോസഫ് നിൽക്കുന്ന തിരുവമ്പാടി. കഴിഞ്ഞ തവണ ആകെപ്പാടെ 4,643 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. അവിടെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും വലിയ ഭൂരിപക്ഷമാണ് UDFനുള്ളത്. അവിടെയും UDF വിജയിക്കുമെന്നുള്ളതാണ് ഈ പറയുന്ന സർവേയിലുള്ളത്. അതായത് 13 സീറ്റും LDF പരാജയപ്പെടും എന്ന് തന്നെയാണ്. മാക്സിമം പോയാൽ ചിലപ്പോൾ 2 സീറ്റിൽ LDF വിജയിക്കാം. 11 സീറ്റിലും UDF കൊണ്ടുപോകുമെന്നുള്ളതാണ് ഇവിടുത്തെ റിപ്പോർട്ട് സർവേയിൽ പറയുന്നത്.